ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് ഇന്നലത്തെ വ്ളോഗാണ് കേട്ടോ. ഇന്നലെ നന്നമ്പ്ര വിഷ്ണു ക്ഷേത്രത്തിൽ അഖണ്ഡനാമം ഉണ്ടായിരുന്നു, അതിന് പോയതാട്ടോ. ഞാനും തുമ്പിയാണ് പോയത്. അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇച്ചാപ്പ് ഉണ്ടായിരുന്നു. ഇച്ചാപ്പ് അവിടെ എത്തിയപ്പോൾ അച്ഛനും അമ്മനെയും കണ്ടിട്ട് മൈൻഡ് ആക്കുക പോലും അല്ല കേട്ടോ. അവർ നോക്കുമ്പോൾ വേറെ എങ്ങോട്ടോ നോക്കുക. അങ്ങനത്തൊക്കെ എന്തോ ഒരു സ്വഭാവം കേട്ടോ. എന്താണെന്നൊന്നും റീസൺ ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ അമ്പലം തൊഴുത് സദ്യ കഴിക്കാൻ പോയപ്പോൾ കുറച്ച് വരി ഉണ്ടായിരുന്നു. അതൊക്കെ മറികടന്ന് ഞങ്ങൾ സദ്യ കഴിച്ചു. സദ്യ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്താന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ സദ്യ കഴിച്ച് പായസം കുടിച്ചപ്പോൾ പായസത്തിന് ഭയങ്കര ടേസ്റ്റ് കിട്ടോ. അപ്പം ഇച്ചാപ്പൻ്റെ പേര് പറഞ്ഞിട്ട് അച്ഛൻ പിന്നെയും പായസം മേടിച്ചു തന്നിട്ടോ. അങ്ങനെ പായസം കുടിച്ച് തുമ്മീനെ കുറച്ച് ബെഡായും കേട്ട് ഞങ്ങൾ നേരെ അമ്പലത്തേക്ക് തന്നെ നടന്നുട്ടാ. ഇച്ചാപ്പൂന് അമ്മച്ച പിന്നെയും പായസം മേടിച്ചു കൊടുത്തപ്പോൾ ആൾ അച്ഛനോട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അമ്മമ്മനോട് നേരെ മിണ്ടിയിട്ടില്ല കേട്ടോ. അമ്മമ്മ അപ്പോഴത്തിന് പോയി. അമ്മമ്മ ടൈലറാണ്. അപ്പോൾ അവിടുന്ന് വന്നായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മൾ അച്ഛനോട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആള്. എന്നാലും എന്തായിരിക്കും മിണ്ടാത്തതിൻ്റെ റീസൺ അല്ലേ? ശരി, അതൊക്കെ പോട്ടെ. അങ്ങനെ അവിടെ കുറച്ച് നേരം ഭജന കേട്ടിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഗണപതി ഹോമം കഴിച്ചായിരുന്നു. അതിൻ്റെ അവില് മേടിച്ച് ഞങ്ങൾ അച്ഛനോട് ബായ് പറഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയിട്ടോ. എന്നിട്ട് ഞാൻ ഈ ചപ്പ് കിടന്നുറങ്ങി. ഒരു 6:30 ആയപ്പോൾ നീറ്റപ്പോഴാണ് നമ്മളെ വട്ടത്താണി ആന വരുന്ന ഒരു അയ്യപ്പൻ വിളക്ക് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇച്ചാപ്പൂന് ആനേൻ്റെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ പോകാമെന്ന് തീരുമാനിച്ചിട്ടോ. അപ്പം തന്നെ അച്ഛനെ വിളിച്ചാണ്ട് റെഡിയാക്കിട്ടോ. അച്ഛനാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ? ഞാൻ ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു, പിന്നെ ഇച്ചാപ്പ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ അമ്മായിമ്മ സരു ഉണ്ടായിരുന്നു, പിന്നെ സബിത ഉണ്ടായിരുന്നു, നമ്മളെ പാറ്റ ഉണ്ടായിരുന്നു. പാറ്റ മീൻസ് തുമ്പി ഉണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിലെത്തി നേരെ പോയത് നമ്മൾ ആനേനെ കാണാനായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ആന പെട്ടിങ് ഇടയ്ക്കായിട്ട് പോയിട്ടുണ്ടാവുമെന്ന്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ എങ്ങോട്ട് പോയാലും ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങളെ മുന്നേ തന്നെ നമ്മൾ ആന നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇച്ചാപ്പൂനാണെങ്കിൽ ആനനെ കണ്ടുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആൾക്ക് ആനനെ ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് കാർട്ടൂണിലൊക്കെ കണ്ടിട്ട് നേരിട്ട് ഓനെ ആദ്യമായിട്ടാണ് കേട്ടോ ആനനെ കാണുന്നത്. ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ കുട്ടനെ അപ്പം തന്നെ വീഡിയോ കോൾ ചെയ്ത് ഓൻ്റെ എക്സ്പ്രഷനൊക്കെ കാണിച്ചു കൊടുത്തുട്ടാ. നമ്മൾ കുട്ടനാണ് പറഞ്ഞത് അവിടെ ആനയുണ്ട്, ഇച്ചാപ്പൂനെ കാണിച്ചു കൊടുക്കണം എന്തായിരുന്നു പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. ഞങ്ങൾ മൂന്നാർ പോയപ്പോൾ ഒരു ആനേൻ്റെ കഥ ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ ഇടുന്നതാണ്. അതാരും കാണാൻ മറക്കരുത് കേട്ടോ. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ ലൈക്ക് അടിക്കാനും ബെല്ലൈക്കൻ അടിക്കാനും മറക്കരുത്. അങ്ങനെ അവിടെ കടലയും ചുക്ക് കാപ്പിയും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ചിട്ട് ഞങ്ങളൊരു മതിൽമേലാണ് പോയിരുന്നത്. അവിടെ തന്നെ ഒരു ഐസ്ക്രീംകാരുണ്ടായിരുന്നു. ഈ ചേട്ടൻ ഇച്ചാപ്പന് ഫ്രീ ആയിട്ട് ഒരു ഐസ്ക്രീം കൊടുത്തുട്ടോ. എന്തൊരു നല്ല മനുഷ്യല്ലേ. ആ ചേട്ടൻ കൊടുത്തോണ്ട് ഇപ്പം ഞങ്ങൾക്കും കഴിക്കാനായി. അങ്ങനെ അമ്പലത്തിൻ്റെ വക ഉപ്പുമാവ് ഉണ്ടായിരുന്നു, അതും കഴിച്ചിട്ടോ. പിന്നെ ആദ്യം കഴിച്ച ഐസ്ക്രീം ഞങ്ങൾക്ക് ഒന്നും ആവാത്തതുകൊണ്ട് പിന്നെ അച്ഛൻ മേടിച്ചു തന്നു കേട്ടോ. അങ്ങനെ ആയിരുന്നു. ഇച്ചാപ്പനും കൊടുത്ത് ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.